നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഡോക്ടർക്ക് ഗാർഡനിങ്ങിൽ നല്ല കമ്പം ഉണ്ടെന്ന് തോന്നുന്നു. എന്താ നീ പറഞ്ഞത്? അല്ല, ഈ തോട്ടപ്പണിയിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയായിരുന്നു. ഡോക്ടർ അകത്തുണ്ടോ? ഉണ്ട്. ഒന്ന് വിളിച്ചു. അയ്യോ, ദേ ഇത് നോക്കിയേ, ഡോക്ടറുടെ ചെറുമോള്. ആണോ? അമ്മൂമ്മയുടെ തനി ചായ അല്ലേ മാത്തുക്കുട്ടി ചായ? അത് തന്നെയാണ് ഞാനും ആലോചിക്കണം. ഒന്ന് പിടിച്ചേ, തുറക്കണ്ട മോളെ. മോളെ നീ എടുത്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം കേട്ടാ. കുട്ടി സുബ്രഹ്മണി, ആ സോപ്പ് കൂട്ടി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. എന്തിനാ സാർ? അതൊന്നും നീ അന്വേഷിക്കണം, പറഞ്ഞേട്ടാ മതി. പോയി എടുത്തോണ്ട് പാടോ. മോളെ ഒരു ഉമ്മാന്ന് ഒഴിച്ചേ. മതി. അയ്യോ, ഷർട്ടിലൊക്കെ കുഞ്ഞു മൂത്രം ഒഴിച്ചോ? കഴിയണ പത്രോസേ? വേണ്ടെന്നേ, എനിക്കും കുട്ടികളുള്ളതാ. നമ്മളും കൊച്ചുകുട്ടികളായിട്ട് തന്നെയല്ലേ വളർന്നത്. പുഷ്പങ്ങളും കുട്ടികളും എനിക്ക് ചെറുപ്പം മുതലേ ദൗർബല്യ. മുഖസ്തുതി പറയാനെന്ന് വിചാരിക്കരുത്. ഡോക്ടർ അങ്ങ് എന്നെ എടുത്ത് വാർത്ത വെച്ചിരിക്കുക. ആ കണ്ണും ആ മൂക്കും ആ വായും. പത്രോസ് എന്തായി പറയുന്നത്? ഇത് ഇവിടുത്തെ വേലക്കാരി അന്നമ്മയുടെ കുട്ടിയാ. മുത്തു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേലക്കാരുടെ കുട്ടി ആയിരിക്കും. അല്ല, ഞാൻ വിചാരിച്ചു ആരുടെ കുട്ടിയായാലെന്താ, മനുഷ്യക്കുട്ടിയല്ലേ ഡോക്ടറെ? പിന്നെ എന്താ പത്രോസ് ഈ വഴിക്കൊക്കെ? പിന്നെ ദീപിക്കൊരു ഡോക്ടറെ കുറിച്ച് എന്നതാ. ഇത് മതിയോന്ന് ചോദിക്കാനാ. എന്നാ പിന്നെ ജീവിതം നല്ല സുഖരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഗുളിക മതി എന്നല്ലേ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞത്? അത് എന്റെ അച്ഛനെന്താ പറഞ്ഞു? ധാരാളം മതി. മതിയില്ലേ ഡോക്ടറെ? ഉള്ളത് പറയാനുണ്ട്. ഡോക്ടർക്ക് വിരോധമുണ്ടോ? എന്താ പറയട്ടെ. പറയൂ. ഇത്രയും നല്ലൊരു തോട്ടം ഞാൻ വേറൊരു വീട്ടിലും കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടുള്ളത് ഊട്ടിയിൽ എന്റെ കസിന്റെ വീട്ടിലാ. അവിടെ ഏതെല്ലാം തരത്തിലുള്ള ചെടികളാ. പോളിത്തീൻ കവറിൽ കെട്ടിത്തൂക്കിയത്, വള്ളിച്ചെടികള്, പുള്ളിച്ചെടികള്, മടലിൽ കെട്ടിത്തൂക്കിയത്, അകത്ത് വെക്കാൻ പറ്റുന്നത്, പുറത്ത് വെക്കാൻ പറ്റുന്നത്. പിന്നെ ഏതൊക്കെയാണ് സുബ്രഹ്മണി? അതെ, നമ്മൾ കൊടൈക്കനാലിൽ പോയപ്പോ കണ്ടില്ലേ? കൊടൈക്കനാലിൽ അല്ലടാ കഴുതേ, ഊട്ടിയിൽ എന്റെ കസിന്റെ വീട്ടില്. പിന്നെ ഡോൾഫിൻ, ഫിലോപ്പിയ. ബുദ്ധിയില്ലേണ്ടായി ഇവന് എന്താ ചെയ്യാ? പക്ഷെ ഒരു കാര്യം ഡോക്ടറെ, അവൻ പോവാ. എങ്ങോട്ട്? അമേരിക്കയിലേക്ക്. അവിടെ സെറ്റിൽ ചെയ്യാൻ പോവല്ലേ? അയ്യോ, എങ്കിൽ ആ ചെടികളൊക്കെ ഞാൻ വില കൊടുത്ത് മേടിച്ചോളാം. വിലക്കോ? സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ ജീവനെ അവന് ചെടികളെന്ന് വെച്ചാ. അതുകൊണ്ട് വിൽക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ തന്നെ പോലെ തന്നെ ചെടികളിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഡോക്ടറെ, ഇവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് ചിലപ്പോൾ ഡോക്ടർക്ക് തരുമെന്ന് എനിക്ക് തോന്നണേ. അതെനിക്ക് അവരോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റൂ. അയ്യോ, സമയം മണി 1 എനിക്ക് ഗുളിക കഴിക്കണം. ഇത്തിരി വെള്ളം കൊണ്ടുവരും. ഓ, തരാലോ. പിന്നെ ഡോൾഫിൻ, ഫിലോപ്പിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചളാക്കാനുണ്ടല്ലോ. ആർട്ടിസ്റ്റിന്റെ നട്ടല് ഞാൻ കലപ്പറയാം. ഞങ്ങളുടെ കൂടെ നടന്നിട്ട് വിവരമില്ലാന്ന് വെച്ചാൽ നിന്നോടും കൂടി പറഞ്ഞത് മനസ്സിലായോ? ഇയാള് പാവല്ലേ? ഞാൻ ടി പുനൂസ്, സാറാമ്മയുടെ ചേട്ടനാ. ഞാൻ പത്രോസ് ഇടനിലം, ചെറിയൊരു കോൺട്രാക്ടറാണ്. DMOയുടെ ഒരു പരിചയക്കാരനാ. അപ്പൊ ഇവരൊക്കെ? ഞാനാണ് സാറിന്റെ എല്ലാ കാര്യങ്ങളും. ഞാനാണ് സാറിന്റെ നിന്നോട് കൂടി പറഞ്ഞ ഇവന്മാരെ മേക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. അച്ചായനോ? വരുന്ന വിവരം ഒന്നും അറിയിച്ചു പോലില്ലല്ലോ. സർക്കാർ കാര്യത്തിന് ഇവിടം വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോ നിന്നൊന്ന് കാണാൻ കരുതി. ഉച്ചക്കലത്ത് ഊണും കഴിക്കാലോ. ഓ, ഇപ്പൊ തരക്കില്ലാത്തൊരു ശാപ്പാടിന് ചുരുങ്ങിയത് 7 രൂപയ്ക്കും കൊടുക്കണം. എന്താ ബി പി കുപ്പിയിലോ? അല്ല, ഗുളികയെ. ഓ, അത് ശരി. എനിക്കും ബി പി ഉണ്ട്. ആട്ടെ, ഏത് മരുന്നാ പത്ത് ദിവസം കഴിക്കണത്? നോക്കി. അയ്യോ അയ്യോ, ചാവോ? ഞാനിതല്ല കഴിക്കുന്നത്. ഇതിനേക്കാൾ 3 പൈസ കുറവുള്ള വേറെ ഗുളികയുണ്ട്. എഫക്റ്റ് ഒക്കെ ഒന്ന് തന്നെയാ. എന്തിനാ വെറുതെ 3 പൈസ കളയണത്? സൂക്കിൽ മാറിയാ പോരെ. ഡെയിലി 3 ഗുളികയ്ക്ക് 9 പൈസ വെച്ച് ഒരു മാസം 27 270 പൈസ സേവ് ചെയ്തൂടെ? വേസ്റ്റ്. ഓ, അല്ല, ഇങ്ങനെ സേവിങ്സ് ബാങ്കിലാണ് ജോലി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും സേവ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് കോർപ്പറേഷനിലാണ് ജോലി എന്നാ. അതാ എപ്പോഴും വേസ്റ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, പുന്നു സാറിന് എവിടെ ജോലി? ഞാൻ പത്തനംതിട്ട RTO. ഇനി 5-6 മാസം സർവീസ് കൂടെ ഉള്ളൂ. വൈഫ് മരിച്ചു. അയ്യോ. ഒറ്റ മോനേ ഉള്ളൂ, ബോബി പുന്നൂസ്. BA കഴിഞ്ഞു. എന്റെ റിട്ടയർമെന്റിന് മുമ്പ് അവനെ എങ്ങനെങ്കിലും സർവീസിൽ തിരികെ കയറ്റണം. അത് RTO ഓഫീസിൽ തന്നെ ആവുമ്പോ ജീവിതം നല്ല സുഖാവുമല്ലോ. ആട്ടെ, പത്രോസിന് ആരൊക്കെയുണ്ട്? ഭാര്യയുണ്ട്, മകളുണ്ട്, മകനുണ്ട്. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ അകലെ തച്ചങ്കാട്ടിൽ എന്റെ വീട്. പരിചയപ്പെട്ട നിലയ്ക്ക് സാർ തീർച്ചയായിട്ടും വരണം. ഓ, തീർച്ചയായിട്ടും വരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടറെ. പിന്നെ ഊട്ടിയിലുള്ള കസിന് ഫോൺ ചെയ്യാൻ മറക്കണ്ട. മറക്കാനോ? നല്ല കാര്യമായി. ഞാൻ ഇറങ്ങട്ടെ. ശരി. ഓ, സമയം വേസ്റ്റ് ആക്കണ്ട, വേഗം ചോറ് വിളമ്പ്. സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഏതാ സാർ ഊട്ടിയിലെ പുതിയ കസിൻ? കുന്തം.
അതൊക്കെ ഒരു ഡാവല്ലേ ഡോക്ടറെ വീഴ്ത്താൻ. എന്നിട്ട് വീണ നിനക്കെന്താ സംശയം ഉണ്ടാ? പത്രോസേ, നീ വീണ്ടും എന്നിൽ നിന്ന് അകന്നകന്നു പോകുന്നു. ഇവിടെ എത്തിയോ നീ? ആര്? നിന്റെ അച്ഛൻ. നിങ്ങളുടെ അച്ഛനെ പറഞ്ഞു. തന്റെ ആയിരിക്കും. ഹലോ, ഡോക്ടർ ജെയിംസ് ഉണ്ടോ? ഒന്ന് കൊടുത്തേ. വേണ്ട, പുലിവാല് വലുതും വിളിച്ചു പറഞ്ഞാലേ. ആ ഡോക്ടറെ, ഞാൻ പത്രോസ്. പിന്നെ ഒരു കാര്യം ചെയ്യണം. സൗകര്യം പോലെ ഇന്നോ നാളെയോ DMO വീട്ടിലില്ലാത്ത നേരത്ത് അവരുടെ വീട്ടിൽ പോയി മുറ്റത്തുള്ള ഗാർഡനിൽ ഏതൊക്കെ ചെടികൾ ഉണ്ടെന്നറിയണം. വേണമെന്നേ. എന്നിട്ട് അവിടെ ഇല്ലാത്ത കുറെ വെറൈറ്റി ചെടികൾ സംഘടിപ്പിക്കണം. എത്ര ബുദ്ധിമുട്ടായാലും സംഘടിപ്പിക്കണം. എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം. എന്താ കാര്യം എന്ന് തൽക്കാലം ഡോക്ടർ അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. പറയുന്നതാണ് കേക്ക്. ആ പ്രിയപ്പെട്ട അമ്മയ്ക്കും അച്ഛനും, എന്റെ എക്സാമിനേഷൻ അടുത്ത ആഴ്ച അവസാനത്തോടെ തീരും. ഇതുവരെ കഴിഞ്ഞ പേപ്പേഴ്സ് എല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് വൃത്തിയായിട്ട് എഴുതിക്കൂടെ ചേട്ടന്? ഇപ്പൊ തന്നെ പ്രിസ്ക്രിപ്ഷൻ പോലെ എഴുതിയിരിക്കുന്നത്. നീ ഒന്ന് വായിക്കു പെണ്ണേ. അമ്മ പറഞ്ഞതുപോലെ എന്നും പരീക്ഷയ്ക്ക് മുൻപ് അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്. ഓണത്തിന് വന്നപ്പോൾ ഞാനൊരു കാര്യം അമ്മയോട് പറഞ്ഞിരുന്നല്ലോ. ഹേമയ്ക്കൊരാലോചനയെ കുറിച്ച്. ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. ഒന്ന് ഉറക്കം വായിക്കുമെന്നേ. അമ്മ തന്നെ വായിച്ചു. അവന്റെ കൈയക്ഷരം വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത്. ഇതെന്തൊരു പെണ്ണാ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ല. ആരുടെ എഴുത്താമ്മ തപ്പിത്തടഞ്ഞു വായിക്കുന്നത്? സുരേഷിന്റെയാ. അവളോട് വായിക്കാൻ പറഞ്ഞപ്പോ പാതി വായിച്ചേച്ചും പോയി. മോൾ ഇവിടുന്ന് ഒന്ന് വായിച്ചേ. ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. വളരെ നല്ല ആളുകളാണ് അവര്. പയ്യന്റെ പേര് പ്രശാന്ത്, MSc, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഒരേ ഒരു മകൻ. എനിക്കെല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ ഒരു പെണ്ണ് കാണാൻ വരും. പെണ്ണും ചെറുക്കനും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ ബാക്കിയൊന്നും പ്രശ്നമല്ലെന്നാ അവര് പറഞ്ഞത്. കൊണ്ടുപോയി കൊടുക്ക്. മോളകത്ത് വെക്കോ, ചായ കുടിക്കാൻ. എന്താടി, ഇഷ്ടപ്പെട്ടോ? മധുരമാണ് തൊടുന്നത് എങ്കിൽ ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. തന്നെ ഭഗവാനെ. എന്താടി, ഇഷ്ടപ്പെട്ടോ? ഇനി മുഹൂർത്തം നോക്കിയാ മതി. ആരുടെ? വെരി ഗുഡ്. ഒരു 5 ഒന്ന് അടിച്ചത്. ശരി, എപ്പോ കിട്ടും? നാളെ വൈകിട്ട് വരാം. ശരി, എങ്കിൽ നാളെ വരാം. വരട്ടെ. ഓ, എന്താടി ചെറുക്കന് ജോലി? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. മെഡിക്കൽ റെപ്പിന് എന്ത് ശമ്പളം കിട്ടും? എനിക്കറിയില്ല പറ്റാ. ഒരു 15 ദിവസത്തെ ചെലവിനുള്ള കാശ് കിട്ടും. ബാക്കി 15 ദിവസത്തേക്ക് സാമ്പിൾ മരുന്ന് കട്ടുവെക്കും. എനിക്ക് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാരെ ഇഷ്ടമല്ല. അവരൊരു ജാടിയും മോട്ടോർ സൈക്കിളും. അത് നേരെ. ആ പെണ്ണിന്റെ ഒരു കഷ്ടകാലം. തൊക്കടാ ജോലിക്കാരനെ അല്ലാതെ വല്ല ഡോക്ടറെയോ എഞ്ചിനീയറിനെ കിട്ടാൻ ആ ഗുമസ്തന്മാരുടെ എന്നാ ഹോപ്പിരിക്കുന്നു. ഇത് കിട്ടിയത് തന്നെ ഭാഗ്യം. ഇത് വലിയ കഷ്ടം തന്നെ അമ്മച്ചി. ഇത്ര വേണോ? വേണം. ഓ, അവളൊരു പുണ്യാളത്തി. വരണം വരണം. മോളകത്തേക്കല്ലേ? സരോജമില്ലേ? ഇരിക്കേ. താങ്ക് യു. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? എല്ലാം ഭംഗിയായിട്ട് നടന്നു വരുന്നു. ആ, തലേ ദിവസം തൊട്ടേ പത്രോസും കുടുംബവും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണം. എന്തിനാ തലേദിവസാക്കണേ? ഇന്ന് തൊട്ട് തന്നെ ആയിക്കോട്ടെ. ഒരുപാട് ചെലവുള്ള സമയല്ലേ. ഇതിരിക്കട്ടെ. അയ്യോ, ഒന്നും വേണ്ട. പൈസക്കൊന്നും ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുമില്ല. കടമായിട്ട് വാങ്ങിച്ചാ മതി. തീർച്ചയായിട്ടും വേണ്ടാഞ്ഞിട്ടാ പത്രോസേ. ശരി, ഞാൻ നിർബന്ധിക്കില്ല. ഇനി മറ്റെന്തെങ്കിലും സഹായങ്ങൾ, കാറോ ആളുകളോ എന്ത് ചോദിക്കാനും മടിക്കണ്ട. ചോദിച്ചോളാം. പോരെ? മതി. ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ? അവൻ പരീക്ഷ എഴുതിയിട്ടേ ഉള്ളൂ, ഡോക്ടർ ആയിട്ടില്ല. സുരേഷ് പാസ്സായില്ലെങ്കിൽ പിന്നെ വേറെ ആര് പാസ്സാവാനാ? അല്ലേ മോനെ? മോൻ എങ്ങോട്ടാ?
മാർക്കറ്റിലേക്ക് പോകുന്നു. മോൻ എന്റെ കാർ എടുത്തോ? വേണ്ട. മാർക്കറ്റിലോട്ട് പോകുന്ന വഴിക്ക് ആ തടിമില്ലി കയറി ഹംസ ഒന്ന് കാണണം. അയാൾ കുറച്ച് രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേടിച്ചോണ്ട് വരണേ. ആ, നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന. അല്ല, ഇത് ആര് മണവാട്ടിയോ? ആനി എല്ലാം പറഞ്ഞു. കേട്ടപ്പോ ഏറ്റവും അധികം സന്തോഷം ഞാനാ. പിന്നെ കാപ്പി കുടിക്ക് പത്രോസേ, തണുത്തു പോകും. ഇത് നിനക്കുള്ള പ്രസന്റ. മോതിരോ? അതെ. കല്യാണ തിരക്കിനിടയിൽ നിന്നെ ഒറ്റയ്ക്ക് കിട്ടിയെന്ന് വരില്ല. അതാ ഇപ്പോഴേ. വേണ്ട ആനി, നിന്റെ അമ്മച്ചി ഇതറിഞ്ഞ. അമ്മച്ചി ചോദിച്ചാ ഞാൻ എന്തെങ്കിലും സമാധാനം പറഞ്ഞോളാം. ഇക്കാലത്ത് ഡോക്ടർക്കും ഗുമസ്തനും ഒരേ വരുമാനമാണ്. അതുകൊണ്ടാണ് എന്റെ മകൻ രാജുവിനെ ഞാൻ MBBS വിടാഞ്ഞത്. ഞാൻ എടുക്കാൻ സരോജം, ഞാനിവിടെ അന്യാണോ? ഡോക്ടറുടെ പേരിന്റെ ചവിട്ടി വെറും MBBS മാത്രം കണ്ട പിച്ചക്കാർ പോലും ഇന്ന് തിരിഞ്ഞു നോക്കുകയല്ലേ നീ. അതാ കാലം. കഴിച്ചാട്ടെ. വെറും ഒരു ജലദോഷം വന്നാൽ പോലും പേരിന്റെ കൂടെ 5-6 ഡിഗ്രിയെങ്കിലും ഇല്ലാത്ത ഡോക്ടറെ കാണാൻ അവിടെ പിള്ളേരുടെ അപ്പച്ചൻ സമ്മതിക്കത്തേ ഇല്ല. വലിയ ഡിഗ്രിക്കൊക്കെ പഠിപ്പിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരുമോ മേരിക്കുട്ടി? അവനെ ഇതുവരെ എത്തിച്ചതിന്റെ ബന്ധപ്പാട് എത്രയാണെന്ന് എനിക്കറിയാം. ആ, അത് നേരാ കേട്ടോ. കഷ്ടപ്പെട്ടും കടം വാങ്ങിയൊക്കെയാ ഇവരവനെ പഠിപ്പിച്ചതേ. നമുക്ക് പോവാം അമ്മച്ചി. ആ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സരോജം. എന്തെങ്കിലും ആവശ്യമുണ്ടെ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. പോട്ടെ. ഞങ്ങൾ വരട്ടെ അമ്മേ. നമുക്ക് പോകാം. ആ, ആ, ഇറങ്ങട്ടെ സാറേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേ ഇവിടെ നിന്നൊന്ന് വിളിച്ചാൽ മതി. ഓടി വരാം. പോട്ടെ മോളെ. ഇറങ്ങിയട്ടെ. നമ്മുടെ എന്താ? കാപ്പിക്കൊരു മണ്ണെണ്ണ ചൊവ. വായ മൂന്നും ചീത്തയായി. നേരെ എനിക്ക് ആ കാപ്പി കണ്ടപ്പോഴേ തോന്നി. ഞാൻ അതുകൊണ്ട് ഒരു തുള്ളി പോലും കുടിച്ചില്ല. എനിക്കൊന്നും തോന്നിയില്ല. നിന്നോടാരും ചോദിച്ചില്ല. ഓ,